വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ഇന്ന് ചെലവഴിക്കാൻ സാധിക്കുന്നതിന്, ഈ ദിനം ഏറെ മനോഹരമായി തീരുന്നതിനും ആദ്യമേ സൃഷ്ടാവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന നിമിഷം വരെ പല മുഖങ്ങളും എനിക്ക് അപരിചിതമായിരുന്നു അല്ലേ? നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് വരെ മറ്റുള്ളവർ നമുക്ക് അപരിചിതരായ സുഹൃത്തുക്കളാണ്. പരിചയപ്പെടുമ്പോൾ മാത്രമാണ് അവർ നമ്മോട് ചേരുന്നത്, നമ്മുടെ മാത്രമായി തീരുന്നത്. തീർച്ചയായും ഇന്നത്തെ ഈ ദിവസം, ഇനി കുറച്ച് സമയങ്ങൾ ഇവിടെ പ്രകടനങ്ങളുടേതാണ്, കൂടിച്ചേരലിൻ്റേതാണ്. ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അല്ലേ ഇടയ്ക്ക് നോക്കിപ്പോവും, എവിടുന്നാ ഈ ശബ്ദം എന്നൊക്കെ അല്ലേ. അത് മനുഷ്യ സഹജമാണ്, നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാണ്. ഇന്ന് ഇവിടെ അമ്മ സദസ്സ് എന്ന് പറഞ്ഞ് നിങ്ങളെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മുടെ സഹോദരന്മാരെല്ലാം പുറത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ എന്തിനായിരിക്കും നമ്മെ മാത്രം ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അല്ലേ? അമ്മമാരെ മാത്രം നന്നായി മതിയോ പോരല്ലേ? നമ്മൾ ഒരുമിച്ച് നന്നാവണം, തീർച്ചയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ? നന്നാവണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണ്ടേ? എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് NN കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന കവിതയിൽ, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ ഇതളിലും പൂവരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നാളെ ഈ തൊട്ടടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ശ്വാസം, മേൽപോട്ടെടുക്കുന്ന ശ്വാസം താഴേക്ക് വീണ്ടും തിരിച്ചു വരാൻ പാകത്തിന് നമ്മുടെ ശ്വാസം ബാക്കി ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും അമ്മ സദസ്സിലാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ മാത്രമായി തീരുക. നമ്മുടെ പുറകിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും. പ്രലോഭനങ്ങൾക്ക് നമ്മൾ ആദ്യം കീഴ്പ്പെടാതിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മുന്നിലെ ചെയറുകളിലേക്ക് കയറിയിരിക്കാം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. മുന്നോട്ട് ഒഴിഞ്ഞ കസേരകളിലൊക്കെ കയറിയിരിക്കാം. വേഗം വരൂ, അവിടെയൊക്കെ കാലിയായിരിക്കുന്നു. പുറകിലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരൂ. നമ്മൾ മുന്നോട്ട് വന്നില്ല എങ്ങനെ നമ്മുടെ മക്കൾ മുന്നോട്ട് വരിക അല്ലേ? വേം വാ എല്ലാവരും. ഈ കസേരകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യേ. ഓക്കെ, സെറ്റായോ? വേഗം ഇരുന്നോളൂ. ആകെ 40 മിനിറ്റ് സമയമുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഇരിക്കാം. ഉമ്മച്ചി ഇരിക്കൂ. ഇരിക്കൂ. റെഡി. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കുടുംബത്തിൻ്റെ ഭാഗമാണല്ലേ ഇവിടെ ഇരിക്കുന്നത്. കുടുംബത്തിനെ ഓർത്തിട്ടോ, അല്ലെങ്കിൽ മക്കളെ ഓർത്തിട്ടോ, ഭർത്താവിനെ ഓർത്തിട്ടോ, ആരെങ്കിലും ഓർത്തിട്ടോ, മുസ്ലിം ലീഗിനെ ഓർത്തിട്ടോ, ഇനി വനിതാ ലീഗിൻ്റെ നേതാക്കന്മാർ ഇവിടെ വരാത്തതിന് വഴക്ക് പറയുന്ന ഓർത്തിട്ടോ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവിടെ ഭൂരിഭാഗം ആളുകളും ഇരിക്കുന്നുണ്ടാവുക. ആ ഇരിക്കുന്ന നിമിഷങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെങ്കിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മളെല്ലാവരും കുടുംബത്തിൻ്റെ ഭാഗമാണെന്നതിൽ സംശയമില്ല. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലി അല്ലേ? നമ്മൾ ഫാമിലി മീറ്റുകൾക്ക് പോകുന്നു, പലതരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ടൂറിന് പോകുന്നു. എന്താണ് ആക്ച്വലി ഈ ഫാമിലി എന്ന് പറയുമ്പോൾ? FAMILY, അതാണ് ഫാമിലി. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. ഉമ്മയും ഉപ്പയും പറയാണ് മക്കളോട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മക്കളെ തിരിച്ചു പറയാണ് ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഭാഷ പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ആരംഭിക്കുന്നത്. ചിലർ പറയും ഇപ്പം എൻ്റെ 50 വയസ്സായപ്പോൾ എൻ്റെ ജീവിതം തുടങ്ങുന്നതെന്ന്. ചിലർ പറയും ജനിച്ചിട്ടാണ്, സ്കൂളിൽ പഠിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായി വയസ്സറിയിച്ചപ്പോഴാണ് ജീവിതം തുടങ്ങുന്നതെന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഏത് സമയത്താണോ ഒരു ഭ്രൂണം ഉദയം ചെയ്യുന്നത്, ആ ബീജത്തിൻ്റെ വളർച്ച തുടങ്ങുന്നത്, അതുമുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഗർഭിണീനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, ആ കുഞ്ഞിനെ
ഇല്ലേ? വളർച്ചയിൽ ബാധിക്കും എന്നതുകൊണ്ടാണ് അധികമായി മരുന്ന് കഴിക്കരുത്, മാനസികമായി കൂടുതൽ പിരിമുറുക്കം അനുഭവിക്കരുത് എന്നെല്ലാം പറയുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ അമ്മ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞിലേക്കും കൂടെ അത് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരു യാത്രക്ക് സജ്ജരായിക്കൊണ്ട് ജീവിതം തുടങ്ങുകയാണ്. ഈ ജീവിതം തുടങ്ങിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ഉമ്മമാർ വിചാരിക്കും, എൻ്റെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ്, എല്ലാ പരീക്ഷണങ്ങളും പടച്ചോൻ എൻ്റെ തലയിലേക്ക് മാത്രമാണ് ഇട്ടത്, എന്തിനാ ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്നത് ഇല്ലേ? ഞാൻ രാവന്ത്യോളം ഇങ്ങനെ പണിയെടുത്തിട്ട് എന്നെ മനസ്സിലാക്കാൻ ആരാളുള്ളത്, എന്നൊന്ന് കേൾക്കാൻ ആരാളുള്ളത്, ഇങ്ങനെ സദാ നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആയിരക്കണക്കിന് ബീജങ്ങൾ ഉണ്ടായിരുന്നു മത്സരത്തിന്. അതായത് ആ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ബീജങ്ങളെ തട്ടി മാറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും എങ്ങനെ കടന്നു വന്നു? എങ്ങനെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ എങ്ങനെ വളർന്നു? തീർച്ചയായിട്ടും ഈ ലോകത്തേക്ക് നമ്മൾ വരാനും ഈ ലോകം കാണാനും അനുഭവിക്കാനും നമുക്ക് യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തേക്ക് വന്നതിനൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നതിനിടയിൽ ഞാൻ പണക്കാരനായ വാപ്പാക്കും ഉമ്മാക്കാണ് ഉണ്ടായത്, അല്ലെ എനിക്ക് കഷ്ടപ്പാടായിരുന്നു, ഞാൻ ഒന്നും ഇല്ലാത്തടുത്താണ് ഉണ്ടായത് എന്നുള്ളൊന്നും ചോദ്യമല്ല. മറിച്ച് നീ ഇവിടെ ജീവിച്ച് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നീ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയോ? 4 ആളെ മുന്നിൽ നീ എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? നിൻ്റെ മക്കൾക്ക് നീ മാതൃകയായിട്ടുണ്ടോ എന്ന് സ്വയം ചോദ്യം നമ്മൾ പ്രതികളാവുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവിടെ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് മനസ്സിലോർത്തേ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം നിങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മമാർ, അവരോടൊന്നിച്ചുള്ള ആ നിമിഷങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ അല്ലേ, അവർ ചിലപ്പോൾ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടാവോ, ചിലർ മൺമറഞ്ഞ് പോയതായിരിക്കും. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം വരെ നമ്മളെ സംരക്ഷിച്ച, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ത്യാഗങ്ങളും ചെയ്തു തന്ന ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഇല്ലേ? അന്ന് അവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്താത്തതും നമ്മുടെ ശത്രുക്കളും ആയിരുന്നു. നമ്മുടെ മക്കൾ ജനിച്ച് ആദ്യത്തെ 10 വർഷം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒബ്സർവേഷൻ പീരീഡാണ്, നിരീക്ഷണ കാലഘട്ടം. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, എൻ്റെ വീട്ടിൽ എന്താ സംസാരിക്കുന്നത്, എൻ്റെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം, എൻ്റെ ചുറ്റുപാട്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അയൽപക്കക്കാർ, എൻ്റെ ഉമ്മുമ്മ, എൻ്റെ ഉപ്പുപ്പ, ഇവരെല്ലാവരും സംസാരിക്കുന്നതും അവർ പ്രകടമാക്കുന്നതുമായ സ്വഭാവങ്ങളാണ് കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത് 10 വയസ്സ് വരെ. 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ 10 വയസ്സ് വരെ ഒബ്സർവ് ചെയ്ത എല്ലാ, മനസ്സിനുള്ളിലേക്ക് സ്വീകരിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എക്സ്പ്രസ് ചെയ്യുന്ന സ്വഭാവം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പം നമ്മളെല്ലാവരും ഇന്ന് സംസാരിക്കാൻ, അതായത് കേൾക്കാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലഹരിയാണ്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ലഹരിയുടെ പേരുകൾ ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞ് വീണ്ടും അതിനൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ലഹരിയുടെ വക്താക്കളാകുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ സഹോദരിമാർ ആരെങ്കിലും ലക്ഷ്യമില്ലാത്തവരാണോ? അവർക്ക് ആഗ്രഹങ്ങളില്ലാത്തവരാണോ? അവർ ജീവിതത്തിൽ ഇങ്ങനെ നരകയാതന അനുഭവിക്കണമെന്ന് തീരുമാനമെടുത്ത് പോയവരാണോ? ഒരിക്കലും അല്ല. നമുക്കെല്ലാവർക്കും അറിയാം, പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മൾ നൊന്ത് പ്രസവിച്ചില്ലേ, സുഖപ്രസവം അത്ര സുഖമുള്ളാണോ? അല്ല, അത്ര സുഖമൊന്നല്ലേ. സുഖപ്രസവം എന്നൊക്കെ പറയുമെങ്കിലും വളരെ ആറ്റുനൂറ്റാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഈ മക്കളെ നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ മക്കൾ വഷളാവണമെന്ന് നമ്മൾ വിചാരിക്കുമോ? അല്ലേ? എൻ്റെ മോൻ വഷളാവണം, അല്ലെ എൻ്റെ മോള് വഷളാവണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മക്കളെ നോക്കണത്? അല്ല, അവരെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനത്തെ ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ചെറുതായിട്ട്, നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ അലാറം അടിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഞെട്ടി എണീക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താ, ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കുക അല്ലേ? ഇന്ന് ഭക്ഷണത്തിന് എന്ത് കറി ഉണ്ടാക്കുക? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ചിലർക്ക് പുട്ട് പറ്റും, ചിലർക്ക് ഇഡ്ഡലി പറ്റും, ദോശ പറ്റും, എല്ലാം കൂടെ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പല വീടുകളിലും കഷ്ടം തന്നെയാണ്. അപ്പം നമ്മൾ രാവിലെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ ഇന്നത്തെ ദിവസത്തെ കഷ്ടതകളെ പറ്റിയാണ്. പിന്നെ ഇന്നലെ രാത്രി ചിലപ്പോൾ ഭർത്താവുമായിട്ട് ചിലപ്പോൾ പിണങ്ങിയായിരിക്കും കിടന്നിട്ടുണ്ടാവും. കാരണം 2 അടിക്കട്ടിലല്ലേ 4 അടിക്കട്ടിലായിരുന്ന സമയത്ത് പരസ്പരം പിണങ്ങി കിടക്കുമ്പോൾ കട്ടിലിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടിയെങ്കിലും നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമായിരുന്നു എന്നാണ് കവി പറഞ്ഞു കേട്ടോ. അതായത് അത് 7 അടിയിലേക്കൊക്കെ ഇപ്പം വഴി മാറിയപ്പോൾ
രണ്ടറ്റത്തേക്ക് മാറിക്കിടന്നാലും മാസങ്ങളോളം തെറ്റിയും പിണങ്ങിയും കിടന്നാലോ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല അല്ലേ? രണ്ട് ലോകത്താണ് പല കുടുംബങ്ങളിലും ഇന്ന് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതെന്ന നഗ്നമായ സത്യം നമ്മൾ തിരിച്ചറിയുക. 14 വർഷമായി കൗൺസിലിംഗ് മേഖലയിലുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ വിശ്വാസികളാണ് ഏറ്റവും അധികം വിവാഹ പ്രശ്നങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് വരുന്നത്. നമുക്ക് മതപഠനം എന്തെങ്കിലും കുറവാണോ? നമ്മൾ പ്രസംഗത്തിന് പോകുന്നതോ ഉസ്താദുമാരുടെ മുന്നിൽ പോയി വാത് പറയുന്നത് കേൾക്കുന്നതോ നമുക്ക് കുറവാണോ? എന്തുകൊണ്ടാണ് ജീവിതത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിവെന്ന് പറയുന്ന സാധനം നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത്? എവിടെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിരാവിലെ എന്ന് പറയുന്നത് മിക്കവാറും 5 മണിക്കൊക്കെ ആൾക്കാർ എണീക്കാറുണ്ട്. 5 മണിക്ക് എണീറ്റിട്ട് മക്കളെ മദ്രസ വിട്ട് വീണ്ടും ഉറങ്ങാൻ വേണ്ടി അല്ല കേട്ടോ നമ്മുടെ 5 മണി എന്ന് പറയുന്നത്. 5 മണി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നിങ്ങൾ പുലരുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ? ഇന്നത്തെ ദിവസം ഇന്നലെ രാത്രി എത്ര ആൾക്കാർ മരിച്ചുപോയി അല്ലേ? രാവിലെ എണീക്കാമെന്ന് സ്വപ്നം കണ്ടവരല്ലേ ഈ മരണപ്പെട്ടു പോയവരൊക്കെ? അതെ, തീർച്ചയായിട്ടുമാണ് ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാവുന്നത്. എന്നിട്ട് നമ്മൾ രാവിലെ ആലോചിക്കേണ്ട കാര്യം എന്താ? ഇന്നത്തെ ദിവസം എനിക്ക് പുതിയ അവസരമാണ്. ഇന്നത്തെ ദിവസം എനിക്ക് പുതിയൊരു ചാൻസായി, ഒരു സമ്മാനമായി എനിക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തിന് ആദ്യം തന്നെ നന്ദി പറയുക മനോഹരമായ വാക്കുകളിൽ. ഈ ദിവസം എനിക്ക് ആഗതമാക്കി തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ കട്ടിൽ നിന്ന് എണീക്കാൻ. അതുവരെ നിങ്ങൾ അവിടെ തന്നെ കിടക്കുക. എന്നിട്ട് നിങ്ങൾ എണീറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒരു കപ്പിൽ കൊണ്ടുവെക്കുക. രാവിലെ എണീക്കുമ്പോൾ ചില പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അല്ലാത്തവർ ചെയ്തു തുടങ്ങുക. ജാപ്പനീസ് വാട്ടർ തെറാപ്പിയാണ്. രാവിലെ എണീച്ച് പല്ല് തേക്കാതെ ആ വെള്ളം കുടിക്കുക. പല്ല് തേക്കാതെ എങ്ങനെയല്ലേ വെള്ളം കുടിക്കുക? രാത്രി പല്ല് വെച്ചാൽ മതി കേട്ടോ. രാത്രി പല്ല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ തന്നെ സ്വയം രൂപീകരിക്കപ്പെടുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് ശരിക്കും നമ്മുടെ വായിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളത്തോടൊപ്പം നമ്മുടെ ശരീരത്തിനോട് ചേരുകയും നമ്മുടെ ദഹന പ്രക്രിയ ഏറ്റവും മനോഹരമായിട്ട് നടക്കുകയും ചെയ്യുന്നു. എങ്ങനെയാ? രാത്രി മന്തി കഴിച്ചല്ലേ, അൽഫാം കഴിച്ചല്ലേ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അസിഡിറ്റി ഭയങ്കര പ്രശ്നമാണ്, അൾസർ ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും കഴിക്കാൻ പറ്റൂല, മുട്ട പറ്റൂല, പാല് പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ ചെല്ലേണ്ട വ്യായാമ മുറകളോ വെള്ളമോ ഒന്നും നമ്മൾ കുടിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കറിയാം 3-4 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശോധന പ്രക്രിയ കൃത്യമായിട്ട് നടക്കും. നിങ്ങളിപ്പോൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് വലത് കൈയിലാണെങ്കിൽ ഇടവിട്ട് നിങ്ങളൊരു 10 ദിവസം ഇനി ഇടത് കൈ കൊണ്ട് പല്ല് തേക്കുക. ഓക്കെ, ബ്രഷ് പിടിക്കുക ഇടത് കൈ കൊണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ തലച്ചോറിനകത്തെ ഈ ബ്രെയിനിനെ ശരിക്കും ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ആരൊക്കെയോ ആണ് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നതെന്നാ. അല്ലട്ടോ, അത് വെറുതെ തോന്നുക. ഈ ലോകത്ത് മറ്റൊരാൾക്ക് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, കോമഡി പലതവണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റുമോ? 2 തവണ നമ്മൾ ചിരിക്കും, 3-ാമത്തെ തവണ ഇല്ല, കുറച്ച് നൈസായി. എന്ന ഒരു സങ്കടം ആലോചിച്ച് നിങ്ങൾ എത്ര തവണ കരയുന്നുണ്ട്? എത്ര തവണ എന്തോ പറഞ്ഞ് കാലങ്ങൾക്ക് മുന്നേ പോയവർ അവരിപ്പോൾ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാലും അതോർത്ത് ആ സങ്കടങ്ങളിൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഫാമിലിക്കുള്ളിലേക്ക് സന്തോഷം കടന്നു വരാൻ വേണ്ടി ഏറ്റവും അതിരാവിലെ നിങ്ങൾ പറയുന്ന നന്ദി വാക്കുകൾ, താങ്ക് യു എന്ന് പറയുന്ന വാക്കാണ്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്ന വാക്കാണ് ഈ ലോകത്തെ ഏറ്റവും മാന്ത്രികമായ വാക്ക്. നിങ്ങളൊന്ന് കൂടുതൽ ശീലിച്ചു നോക്കുക. അല്ലാതെ നിസ്കാരത്തിന് ശേഷം പറയുന്ന ദിക്റുകളും മന്ത്രങ്ങളും അല്ല. നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്താ പടച്ചോനോട് കൂടുതൽ പറയാറ്? അല്ലേ? എൻ്റെ കഷ്ടപ്പാടുകൾ തീർത്തു തരണേ, എനിക്ക് രോഗങ്ങൾ അകറ്റി തരണേ, പ്രയാസങ്ങൾ മാറ്റി തരണേ, ഇല്ലേ? ഇതാ പറയാ. ഈ വാക്കുകളിലൊക്കെ ഒരു നെഗറ്റീവ് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രയാസം, ദുഃഖം, രോഗം, ഇല്ലേ? നമ്മൾക്ക് നന്ദി പറയാം. നമ്മൾ ആരോടാ പിന്നെ നന്ദി പറയാ? നമ്മളെ വീട്ടിലെ റൂമിലേക്ക് നോക്ക്, നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കൂ. നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഈ ജീവിതത്തിലുള്ളത്. ഈ സൗഭാഗ്യങ്ങളെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത വീട്ടിലേക്കുള്ള ആ വീടിൻ്റെ ടെറസ് നോക്കിയിട്ട്, ആ വീട്ടിലേക്ക് പോകുന്ന വാഹനം നോക്കിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയ്യോ അവരൊരു കഷ്ടം, അവൻ എന്താ ജോലി, എവിടുന്നാ പണം എന്നറിയില്ല, അല്ലേ? അവൻ എന്താ ജീവിതം എന്നറിയില്ല, എന്തോ ദൂർത്ത് തന്നെ നമ്മൾ പറയും. അവൻ്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല കേട്ടോ, അവൻ എന്ത് ജോലി ചെയ്തിട്ടാണെന്നറിയില്ല. പക്ഷേ നമുക്ക് നെഗറ്റീവായ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും കൊണ്ടു നടക്കുന്നത്. ഇത് എൻ്റെ നിങ്ങളുടെ കുറ്റാണോ? അല്ല. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ചുറ്റുമായിട്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. ഈ എനർജിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിച്ചു വെച്ചിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് പോസിറ്റീവ് എനർജി മൊത്തം അവിടെ സ്റ്റോക്കായി കിടക്കുക. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മൾ റിസീവ് ചെയ്യാൻ തുടങ്ങണേ. ആദ്യം നന്ദി വാക്കുകൾ, നന്ദിയുടെ ഉൾക്കിടിലങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം.
എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുറന്ന് ചിരിക്കാൻ പറ്റുള്ളൂ, സ്മൈൽ ചെയ്യുക. നമ്മുടെ വീട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മുഖം അല്ലേ. ഭർത്താവ് കയറി വരുമ്പോൾ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ഫേസ് കാണാൻ. പല സ്ത്രീകളുടെയും വിവാഹ പ്രശ്നങ്ങൾക്ക് കൂടുതൽ കാരണം ഞാൻ എൻ്റെ ഈഗോ സ്റ്റേറ്റിലാണ്. ഞാൻ പറയുന്ന ശരി, ഞാൻ എത്ര കഷ്ടപ്പെട്ടു രാവിലെ മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എത്ര നാളായിട്ട് കഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ ഭാഗത്ത് മാത്രമേ ചിന്തിക്കുക. ആ ഭർത്താവിന് എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഭർത്താവോ പുള്ളിയോ അത് തന്നെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കലിൻ്റെ ആവശ്യകത എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പരസ്പരം പൊരുത്തപ്പെടേണ്ട, അഡ്ജസ്റ്റ് ചെയ്യേണ്ട, പക്ഷെ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഞാൻ ഏത് പൊസിഷനിലാണോ, അല്ലെ എൻ്റെ ഭർത്താവ് ഏത് ഉദ്യോഗസ്ഥനാണോ എന്നൊന്നല്ല ചോദ്യം. നമ്മുടെ വീട്ടിൽ നമുക്ക് തുറന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? സ്മൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ആർക്കും നഷ്ടമുള്ള കാര്യമല്ലാണോ ചിരിക്കുന്നത്? നമ്മുടെ മക്കളെ മുന്നിൽ നമ്മൾ ഏറ്റവും വികൃതമായ രൂപം പലപ്പോഴും കാണിക്കുന്നു. കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു 10 വയസ്സ് മുതൽ ഈ പ്രകടമാകുന്ന സ്വഭാവം എങ്ങനെയാണ് വരുന്നത്? നിങ്ങളുടെ കൗമാര കാലഘട്ടത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ ആരായിരുന്നു? നമ്മുടെ ഉമ്മയുപ്പയായിരുന്നു അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടാൻ സമ്മതിച്ചിരുന്നോ? നമ്മൾ കൂട്ടുകാരെ വീട്ടിലൊന്ന് പോയി അത് അധിക സമയം ഇച്ചിരി കഴിയുമ്പോഴേക്ക് പേടിയല്ലേ, ഓടി വരൂലേ? ഓടി വരും. അന്ന് തിരിച്ചറിയാത്ത പല സാധനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ എപ്പോഴാ? നമ്മുടെ 30 വയസ്സിൽ 35 വയസ്സിൽ നമുക്കൊരു കുഞ്ഞായപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു എൻ്റെ ഉമ്മ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ? നമ്മുടെ പുറകിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ആൾക്കാരെത്തി അല്ലേ? എൻ്റെ ഉമ്മയിപ്പേ പഴയ മോഡലാണ്, നിങ്ങൾ ഓൾഡ് ജനറേഷനാണ്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ വന്നു. അപ്പോൾ നമ്മളെന്തായി? നമ്മളെ വീട്ടിൽ ശരിക്കും അപരിചിതരായി മാറി. നമ്മുടെ കുട്ടികൾ, നമ്മളെ 4 സ്കില്ലുകൾ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എന്നാ. നമ്മളെ വീട്ടിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട 4 സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫുഡ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കുന്ന കോമൺ ഫുഡ്, നിങ്ങൾ ഇന്ന് രാത്രി കഞ്ഞിയാണ് ഉണ്ടാക്കണമെങ്കിൽ അത് കുടിക്കാൻ സന്നദ്ധരാകുന്ന നിങ്ങളുടെ മക്കൾ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഭക്ഷണത്തോട് പൊരുത്തപ്പെടാൻ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരെയും കൂടെ നമ്മൾ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ യൂറിൻ, അതായത് ടോയ്ലറ്റ് അഡാപ്റ്റബിലിറ്റി. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിൽ, സ്കൂളിൽ പോയാൽ പല സമയത്തും മൂത്രമൊഴിക്കാതെ തിരിച്ചു വരുന്ന പല കുട്ടികളെ ഇന്നും കാണാറുണ്ട് ഇല്ലേ? നമ്മൾ കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന മാറ്റമാണ് സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ്, അതായത് അവർ ശാരീരികമായി പക്വത കൈവരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭപാത്രം പൂർണ്ണമായും മറ്റൊരു ജനറേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നന്നായി വെള്ളം കുടിച്ചാൽ മാത്രമേ പൂർണ്ണമായും മൂത്രം പുറത്തേക്ക് പോവുള്ളൂ, ബ്ലാഡർ ക്ലിയർ ആവുള്ളൂ. അപ്പം നമ്മൾ ടോയ്ലറ്റ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് മൂത്രമൊഴിക്കാതിരിക്കുന്നതിന് പകരം നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും നമ്മുടെ മക്കളെയും അതിനു വേണ്ടി ശീലിപ്പിക്കുക. അതുപോലെ തന്നെയാണ് യാത്ര. നമുക്ക് കാറുണ്ടാവും, വീട്ടിൽ വണ്ടി ഉണ്ടാവും, ചിലപ്പോൾ ബസ് പോകാൻ മക്കൾക്ക് മടിയാണ്. ഏത് കൺവെയൻസ്, ട്രെയിനാണെങ്കിലും വിമാനമാണെങ്കിലും നമ്മൾ പോകുന്ന ബസ്സാണെങ്കിലും KSRTC ആണെങ്കിലും ആ യാത്രക്ക് കൃത്യമായിട്ട് സജ്ജമാകാൻ വേണ്ടി മക്കളെ പ്രാപ്തരാക്കുക. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും താമസിക്കാൻ അല്ലേ? പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ മറ്റ് കുടുംബങ്ങളുടെ വീട്ടിലൊക്കെ താമസിക്കാൻ പോകില്ലേ? ഇന്നൊക്കെ അത് കുറവാണ്. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് നമുക്കും ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല. അതായത് നമ്മൾ കിടക്കുന്ന സ്ഥലം ചിലപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇടക്കിടക്കൊക്കെ പായ വിരിച്ചൊക്കെ കിടക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ മക്കളെ ശീലിപ്പിക്കുക. അതായത് അക്കമഡേഷൻ അഡാപ്റ്റബിലിറ്റി നമ്മൾ പഠിപ്പിക്കുക. നമ്മളെ മക്കൾ മറ്റൊരു വീട്ടിൽ പോകേണ്ട. പല പെൺകുട്ടികളും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പറയുന്ന കാര്യം, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എൻ്റെ വീട്ടിലെ ശീലങ്ങൾ ഇങ്ങനെയല്ല, എൻ്റെ ഉമ്മയും ഉപ്പയും ഭയങ്കര സ്നേഹത്തിലാണ്, പക്ഷേ ഞാൻ പ്രതീക്ഷ പോലൊരു ജീവിതമല്ല കിട്ടിയത്. ആൺകുട്ടി ശരിക്കും വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ സംശയം പോലും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല അല്ലേ? അതായത് സെക്ഷൽ ഓർഗൻസ് അല്ലെങ്കിൽ എനിക്ക് പക്വത എങ്ങനെയാണ് കൈവരുന്നത് എന്ന് ഒരു ഉമ്മനോടോ ഒരു ഉപ്പനോടോ മക്കൾ വന്ന് ചോദിക്കുമോ? ആൺകുട്ടി ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? നീ എന്ത് പൊട്ടത്തരാടാ എന്നോട് ചോദിക്കുന്നത്? ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ആൺകുട്ടികൾ എന്താ ചെയ്യുന്നത്? അവനേക്കാളും പൊട്ടനായിട്ടുള്ള ഒരു സുഹൃത്തിനോട് പോയിട്ട് സംശയം ചോദിക്കും, അല്ലെ സോഷ്യൽ മീഡിയ ചോദിക്കോ, എന്നിട്ട് എന്താ ബ്ലൂ ഫിലിം കാണാൻ തുടങ്ങോ, എന്നിട്ട് അവൻ്റെ പ്രതീക്ഷയിലുള്ള പെണ്ണെങ്ങനെയാ? ആ പെണ്ണിനെ പോലെയുള്ള പെണ്ണിനെ കിട്ടണില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ കുടുംബജീവിതം അവിടെ തന്നെ തകരുക. എന്നിട്ട് പെൺകുട്ടികൾക്ക് എന്താ കല്യാണം വേണ്ടേ? വിവാഹ ജീവിതം അത്രയും മോശം? നിങ്ങൾ പറ, വിവാഹം കഴിഞ്ഞവർ പറ, ഈ ലോകത്ത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വിവാഹബന്ധം തന്നെയാണ്. അത് ഏറ്റവും മധുരമാണ്, മനോഹരമാണ്. ആ മനോഹരമാണെന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ, തലച്ചോറിനകത്തേക്ക് ആ സന്ദേശം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രയും. അപ്പം നമ്മുടെ മക്കളിലേക്ക് പൂർണ്ണമായും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? ആർക്കാ പറ്റുക? നമുക്ക് തന്നെയാണ് പറ്റുക. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് എന്താക്കണം? സോഫ്റ്റ് ആവണം. അതായത് അത് ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ? ബലൂൺ പോലെയാണ്. ബലൂൺ എങ്ങനെയാ? പൊട്ടൂലേ?
ഉണ്ട്. പട്ടം പോലെയാണ് ചിലപ്പോൾ, അത് പിടിവിട്ടാ പോവും, എങ്ങോട്ടോ പോവും. മണൽ പോലെയാണ്, മണൽ കയ്യിൽ മുറുക്കിയ അല്ലേ ഊർന്നൂർന്ന് പോവും. അപ്പം അതുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടുപോകേണ്ടത്. എന്നാൽ ഗതികെട്ട കാലമൊന്നും അല്ല കേട്ടോ, ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഇല്ല, ഇവിടെ ഇരിക്കുന്ന പല ഉമ്മച്ചിമാർക്ക് അറിയാം, പണ്ട് സ്കൂളിൽ പോവാൻ നമുക്ക് പറ്റിയിട്ടില്ല അല്ലേ. 7ാം ക്ലാസ് വരെ പഠനം നിർത്തി, 5ാം ക്ലാസ് പഠനം നിർത്തി. ദാരിദ്ര്യമായിരുന്നു അന്ന് പ്രധാനപ്പെട്ട വിഷയം. ഇന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ നമുക്കൊക്കെ വകയില്ലേ, ഉടുക്കാൻ വസ്ത്രമില്ലേ, കിടക്കാൻ വീടില്ലേ, മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലേ. തട്ടമിട്ട കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പല വിദ്യാഭ്യാസ സമുച്ചയങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങി വരുന്നില്ലേ. ജോലിയിൽ ഏറ്റവും നല്ല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ. പിന്നെ എന്താ ഗതികെട്ട കാലം? നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്, പക്ഷേ അത് മനസ്സ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറിനകത്തെ ഹോർമോണുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽസിൻ്റെ കളിയാണ്. ഈ കെമിക്കൽസ് കൃത്യമായിട്ടും കിട്ടാത്തത് കൊണ്ടാണ് മക്കൾ എവിടേക്ക് പോകുന്നത്? ലഹരിയുടെ വക്താക്കളാവുന്നത്. എന്താ ഈ ലഹരി കൊണ്ട് കിട്ടണേ? ശരിക്കും പറഞ്ഞാൽ നല്ല സുഖം കിട്ടുന്നതുകൊണ്ടല്ലേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ. സുഖം കിട്ടിയില്ലെങ്കിൽ, ഇത് അത്രയും പ്രയാസമുള്ളതാണെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കുമോ? ഇല്ല. ഡോപ്പമിൻ എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ, മോട്ടിവേഷൻ തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന, ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമാണ്. പ്രസവ വേദന അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ വേദന എങ്ങനെയാണ് നമ്മൾ മറന്നു പോകുന്നത്? നമ്മുടെ കുഞ്ഞ്, അതായത് നമ്മൾ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി എങ്ങനെയാണ് തയ്യാറാവുന്നത്? ഈ ഓക്സിറ്റോസിൻ തമ്മിലുള്ള ബന്ധം നമ്മുടെ തലച്ചോറിനകത്ത് നിന്ന് എൻ്റെ കൈ ഉയർത്തണം, കാലുയർത്തണം, എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ മെസ്സേജുകൾ എവിടേക്കാണ് പോകുന്നത്? തലച്ചോറിനകത്തേക്കാണ്. ഈ തലച്ചോറിനകത്തേക്ക് ഹോർമോണുകൾ എവിടുന്ന് കിട്ടണം? കുടുംബത്തിൽ നിന്ന് കിട്ടണം, ചുറ്റുപാടിൽ നിന്ന് കിട്ടണം. സ്നേഹം എന്ന ഭാഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീടുകളിൽ നമ്മൾ ശോഷിച്ചു പോകുന്ന, പിശുക്ക് കാണിക്കുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ സ്നേഹം കൊടുക്കലിനാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രകടമാക്കുന്ന സ്നേഹമില്ല. നമുക്ക് ശരിക്കും കുടുംബത്തിൽ കുറച്ച് ഇടങ്ങൾ വേണം. എന്തിനാ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരിടം വേണം ഒരുമിച്ച്. അല്ലാതെ ടി വിയുടെ മുന്നിൽ 9 മണി മുതൽ 10 മണി വരെയുള്ള പ്രൈം ടൈം ന്യൂസ് എന്ന് പറഞ്ഞ് നമ്മുടെ സമയം കൊണ്ടുപോകുമ്പോൾ ന്യൂസ് കേൾക്കണ്ട, അറിയണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് എവിടെയാണ് സമയം കിട്ടുന്നത്? രാവിലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? എല്ലാവരും ഓട്ടപ്പാച്ചില്ല. അന്ന് ആ വൈകുന്നേരത്തെ സമയം ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയൂ, ഞാൻ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ PRO ആണ്. അത് കഴിഞ്ഞിട്ട് താമരശ്ശേരിയിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ കൗൺസിലിംഗ് കൂടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ഏകദേശം 7 മണിയോടടുക്കും. വീട്ടിലെത്തുമ്പോൾ 8 മണി, ഏകദേശം 8 മണിയോടടുക്കും. രാവിലെ നമ്മൾ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് പോരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധിക സമയം പിന്നെ കിച്ചണിൽ വേണ്ട. പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് 1/4 മണിക്കൂർ സമയം ഉറപ്പായിട്ടും മക്കളുടെ കൂടെയാണ്. അപ്പം ഞാൻ എൻ്റെ മോൻ 8ാം ക്ലാസ്സിൽ, അവനോട് പറയുന്ന കാര്യമുണ്ട്, നമുക്ക് ആകെ കിട്ടണ ദിവസത്തിൽ 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ നമ്മൾ ടി വിയുടെ മുന്നിലല്ല പോയിരിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് ഇരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പറയാൻ കിട്ടുന്ന ശുഷ്കിച്ച സമയം. അപ്പം നമ്മുടെ 24 മണിക്കൂറിനെ നമുക്കൊന്ന് ക്രമപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും ക്രമപ്പെടുത്തിയിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു ഇടം കണ്ടെത്തണം. സംസാരിക്കാൻ ഒരു സമയം വേണം. നമുക്ക് കോമൺ ആയ സ്വപ്നങ്ങൾ വേണം. എന്തിനാ കോമൺ ആയ സ്വപ്നങ്ങൾ? +2 കഴിയുമ്പോൾ ഉമ്മയ്ക്ക് ഒരു കോഴ്സ് പഠിക്കണം, ഉപ്പയ്ക്ക് വേറൊരു കോഴ്സിന് ഇടണം, എന്നാൽ കുട്ടിക്ക് ആ കോഴ്സ് ഒന്നും വേണ്ട. അപ്പം നമ്മൾ യുദ്ധമായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും അവരുടെയും സ്വപ്നങ്ങൾ മാച്ച് ആവണം. കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത കോഴ്സിന് കൊണ്ടുപോയി ചേർക്കരുത്. സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീവ്സ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, നമുക്ക് സ്വപ്നങ്ങൾ തമ്മിൽ മാച്ച് ആവണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കേൾക്കാൻ തുടങ്ങണം. ഇനി നിങ്ങളുടെ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഡ്രഗിനോ മറ്റേതെങ്കിലും തരത്തിൽ അഡിക്ഷൻ, ഡ്രഗ് മാത്രമല്ല അഡിക്ഷൻ കേട്ടോ, പ്രണയം ഒരു അഡിക്ഷനാണ് ഇന്നത്തെ കാലത്ത്. നമ്മുടെ എല്ലാ കുട്ടികൾക്കറിയാം. ഇവിടെ ഇരുന്ന് നിങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിനിമം എത്ര റീല് കാണും? ഒരു 30 റീലെങ്കിലും കണ്ടിട്ടേ നമ്മുടെ ഫോൺ നമ്മൾ താഴെ വെക്കുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഫോണ് ഏറ്റവും നന്നായിട്ട് അഡിക്ഷനിലേക്ക് നമ്മൾ ഇന്ന് കൊറിയൻ സീരീസൊക്കെ കണ്ട് ഈ കേരള കൾച്ചർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ മക്കൾ പോകുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമുക്ക് ഈ റിസോഴ്സ് വെച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. ഇവിടെ ജനിച്ചു പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ റിസോഴ്സ് വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ, മക്കളെയും കൂടെ സ്വപ്നങ്ങളാവണം. നമുക്കെല്ലാവർക്കും കുടുംബത്തിലൊരു റൂള് വേണം, നിയമം വേണം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിയമങ്ങളുണ്ടോ? നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പണിയെടുപ്പിക്കാറുണ്ടോ? ആൺകുട്ടികളെ കൊണ്ട് സ്വന്തം പ്ലേറ്റ് കഴിക്കുന്ന എത്ര ഉമ്മമാരുണ്ട് ഇവിടെ? ഭക്ഷണം കഴിച്ച് ഒരാൾ ആണോ? അതായത് സ്വന്തം പാൻറ്റിൽ നിന്ന് അവൻ്റെ അണ്ടർവയറെങ്കിലും അവൻ ശരിക്കും ഊരി വെക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? പറ, ആരാ ഇതൊന്നും സമ്മതിക്കാത്തേ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കുറേ കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് വരുന്നത്.
50% പുരുഷന്മാർ നന്നായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. അവർ അടുക്കളയിലൊക്കെ കയറി അവിടുത്തെ പാത്രങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരും ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ട്. എന്നാൽ 50% ആൾക്കാർ ഇക്കൊക്കെ ചിരിക്കുന്നുണ്ട്. 50% ആൾക്കാർ ഇന്നും പൂമുഖ വാതിൽക്കലാണ്. അവർക്ക് ഗ്ലാസ്, അതായത് ചായ കൊണ്ടു കൊടുക്കാൻ ഒരാൾ വേണം, ഗ്ലാസ് എടുക്കാൻ പോകാൻ ഒരാൾ വേണം, അല്ലേ? എല്ലാത്തിനും ആൾ വേണോ? കാലഘട്ടം മാറി. ഇന്ന് ഇവിടെ നിന്ന് സംസാരിച്ച ആളുകൾക്കറിയാം, ഇവിടെ നിന്ന് ആദ്യമായി സംസാരിച്ചവരും വേദികൾ കൈമാറിയവർക്കും തമ്മിലുള്ള തഴക്കം തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. അങ്ങനെ കാലഘട്ടം മാറുമ്പോൾ, വിദ്യാസമ്പന്നരായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും പണിയെടുക്കണം, ഇല്ലേ? വേണോ? അപ്പം അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ശീലങ്ങൾ, റൂളുകൾ ഉണ്ടാക്കുക. അവധി ദിവസങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുക. ടോയ്ലറ്റ് അവർ നന്നാക്കിയാൽ നന്നാവൂല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കാണെങ്കിൽ പല ഉമ്മമാർക്ക് OCD ഉണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് വസ്വാസ് എന്ന് നമ്മൾ പറയില്ല. ഒരു നന്നാക്കിയാൽ ഒരു ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്താലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന ചിന്ത ഉണ്ട്. അവർ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറകെ കൂടെ നടന്ന് ചെയ്തോളൂ. മറിച്ച് അവരെ ഈ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്താതിരിക്കരുത്. പെൺകുട്ടിയെ ആൺകുട്ടിയെ ഒരുപോലെ നമ്മുടെ ശീലങ്ങളെ പഠിപ്പിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരു മാസം എത്ര വരുമാനമുണ്ട്, അതിനെത്ര ചിലവുണ്ട്, ആ വരവും ചിലവും ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കളെ ശീലിപ്പിക്കുക. ഒരു മാസത്തെ ഒരു 500 രൂപയോ 1000 രൂപയോ അവർക്ക് കൊടുത്താൽ അതിൻ്റെ കൃത്യമായ കണക്ക് നിങ്ങൾക്ക് തരാൻ പറയാം, ഇല്ലേ? +2 പഠിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചിലവുണ്ടാവും. പുറത്ത് പോയിട്ട് ഒരു ഷവർമ കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് കിട്ടാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യൂ? അവൻ മോഷണം നടത്തും, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും കൗമാരക്കാരായ കുട്ടികളുണ്ടാവും. അവർ നമ്മുടെ മുന്നിൽ നല്ല മക്കളാണല്ലേ, വളരെ നല്ല മക്കളാണ്. ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഏജാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടക്കുന്നവരെല്ലാവരും ആ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് പോകുന്നവരാ. അപ്പോൾ ഇതെൻ്റെ ജീവിതമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കും വേണം, നമ്മുടെ മക്കൾക്കും വേണം. ആ മക്കളിലേക്ക് ആ ഉത്തരവാദിത്തം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ച, പ്രവാസ ലോകത്ത് നിന്ന് നിങ്ങളുടെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ, അയാളെ സ്വീകരിക്കാൻ അസുഖം മാത്രമല്ല ഉണ്ടാവുക, ഒരു കുടുംബം കൂടെ ഉണ്ടാവും. ഇന്ന് ഭൂരിഭാഗം പ്രവാസികളും പ്രയാസപ്പെടുന്നതിന് കാരണം തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പോലും ഒരു കുടുംബമില്ല. അവരയച്ചു കൊടുത്ത പണത്തിന് കണക്കില്ല, ഇല്ലേ? ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം? നന്മയുള്ള സമൂഹത്തിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ലഹരി യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിലാണെന്ന് തിരിച്ചറിവ് വേണം. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമ്മൾ പെരുമാറുന്ന മേഖല ഇന്ന് മുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ജീവിതം ബോറടിയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വെറുതെ പറയുന്ന കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന്. അതൊക്കെ സത്യമാവും കേട്ടോ. കാരണം നമ്മൾ പറയുന്ന, നമ്മൾ ആകർഷിക്കുന്നതാണ് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുക. ഈ ലോകത്ത് ആകർഷണ നിയമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ലേ? നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും കടുക് വീണ് കഴിഞ്ഞാൽ, താഴെ വീണ് കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ കച്ചറ ഉണ്ടാവും. നിങ്ങളൊക്കെ നാട്ടിലുണ്ടത്? ചിരിച്ചാൽ കരയോ? ചിരിച്ചാൽ കുറേ ചിരിക്കാൻ ആൾക്കാർക്ക് പേടിയാ, അതിന് അടുത്ത നിമിഷം കരയേണ്ടി വരുമോ? എന്നാൽ നന്നായിട്ട് കരഞ്ഞാൽ ചിരിക്കും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല കേട്ടോ. ഈ കടുക് പാവം എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അന്ന് എന്തെങ്കിലും ഒരു കച്ചറ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കും. അത് നമ്മുടെ മൂല്യങ്ങൾ, അതായത് പണ്ടേ തുടർന്നു പോന്നിട്ടുള്ള കുറേ ശീലങ്ങളാണ്, കുറേ അന്ധവിശ്വാസങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് കരയുമെന്ന് വെച്ചാൽ കരയും, ഇന്ന് തലവേദന എന്ന് വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി, കുറച്ച് സമയം കഴിയുമ്പോൾ തലയ്ക്ക് ചുറ്റുമായിട്ടൊരു വേദന വരുന്നത് നിങ്ങൾക്കറിയാം. പരീക്ഷിച്ചു നോക്കൂ വെറുതെ. ഇന്ന് ദിവസത്തെ രാവിലെ എണീച്ച് ഇന്നത്തെ ദിവസം ശരിയല്ല ആണോ? ഇന്നത്തെ ദിവസത്തിന് എന്താ കുഴപ്പം? ഈ ദിവസത്തെ എത്ര നല്ല കാര്യങ്ങൾ നടക്കുന്നു, എത്ര ജനനം നടക്കുന്നു, എത്ര വിജയങ്ങൾ നടക്കുന്നു. നമുക്ക് മാത്രം ഇന്നത്തെ ദിവസം മോശമായി പോയി. എൻ്റെ മൈൻഡ് സെറ്റ്, എൻ്റെ മനസ്സ് പറയാണ് ഇന്നത്തെ ദിവസം ശരിയല്ല. അപ്പോൾ ആ ശരിയല്ല, ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമ്മളിനി ഉണ്ട് എന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുക. ആരോടാ ചിന്തിക്കേണ്ടത്? ബോധ മനസ്സിൽ. നമ്മുടെ മനസ്സിനോട് രാവിലെ എണീച്ച് പറയേണ്ടത് എന്താ അറിയോ? ഞാൻ സുന്ദരിയാ, ഞാൻ മിടുക്കിയാ, ഞാൻ മികച്ച വ്യക്തിയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഞാൻ നന്ദിയുള്ളവളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബോധ മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ ബോധ മനസ്സെന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ഞാൻ മലയാളീകരിച്ച് പറയാട്ടോ. സൈക്കോളജി ഭാഷയിൽ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഈ ബോധ മനസ്സാണ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അധികം ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കരുത്, ഞാൻ പറയണ കേൾക്കണം, ഇല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇതെല്ലാം നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് ഒച്ചത് ചിരിക്കോ? ഇല്ല. നമ്മുടെ ബോധ മനസ്സിനറിയാം ശരിയും തെറ്റും. പക്ഷേ ഈ ബോധ മനസ്സ് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്.
ഞാൻ ശരിയല്ല, ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നടക്കൂല, എനിക്ക് കുറേ പരാജയങ്ങളുണ്ട്, ഈ പരീക്ഷയ്ക്ക് ഞാൻ ഉറപ്പായിട്ടും തോൽക്കും. പഠിക്കുന്നതിന് മുന്നേ തന്നെ മക്കൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കും, ഇനി എനിക്കൊരു തിരിച്ചുപോക്കില്ല. ആ ഇല്ല എന്ന് പറയുന്ന സാധനത്തിന് പണത്തിന് ഉൾപ്പെടെ നമുക്കുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. പണക്കാരെ പറ്റി, ദരിദ്രരെ പറ്റി നമുക്ക് പറയാൻ പറ്റും, ദാരിദ്ര്യമുള്ളവന് കൂടുതൽ ദാരിദ്ര്യ, കടമുള്ളവന് കൂടുതൽ കട, എന്നാൽ പണമുള്ളവൻ്റെ കയ്യിൽ കൂടുതൽ പണമുണ്ട്. എന്തുകൊണ്ടാ? പണമുള്ളവൻ അറിഞ്ഞോ അറിയാതെയോ പണത്തെ സ്നേഹിക്കുന്നു, ഒരു വ്യക്തിയായിട്ട് കാണുന്നു. പണം നമ്മുടെ മികച്ച സുഹൃത്താണ്, അയാൾ നമ്മളിലേക്ക് വരാനുള്ളതാ. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ സൈക്കോളജിയൊക്കെ, മണി സൈക്കോളജിയൊക്കെ നമ്മൾ ആരെ പഠിപ്പിക്കണം? സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ആദ്യം അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം തീരണം, അല്ലേ? കാരണം അമ്മായിമ്മ ഒരു വശത്തുനിന്ന് ഭർത്താവ് വരാൻ, മകൻ വരാൻ കാത്തുകയാണ് പരാതിയുടെ കെട്ടഴിക്കാൻ. ആ മരുമോളോ ഭർത്താവ് വരാൻ കാത്തിരിക്കുകയാണ് ഈ പരാതികളൊക്കെ ഒന്ന് പറയാൻ. ഈ രണ്ടിൻ്റെ ഇടയിൽ പിന്നെ ഈ പെടാപ്പാട് കിടന്ന പാവം പുരുഷൻ, ഇതിനിടയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കൾ. അപ്പോൾ അവരാരോട് സൗഹൃദം തേടും? പ്രത്യേകിച്ച് 10 വയസ്സ് മുതലുള്ള കാലഘട്ടത്തിൽ ഡിസ്റ്റൻസിങ് ഫ്രം പാരൻസ് ആണ് ആൻഡ് അറ്റാച്ചിങ് ടു പിയേഴ്സ്. അതായത് അമ്മമാരിലോട് അത്ര നാൾ, നിങ്ങൾ 10, 11, 12 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്ര കേട്ടില്ലെങ്കിലും നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റിപ്പറ്റി കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്കൂൾ വിട്ട് വന്നാലൊക്കെ. പക്ഷേ ഈ 13 വയസ്സ്, ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ് +2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളും അവരും ഭയങ്കര ഡിസ്റ്റൻസിലേക്ക് മാറും. എന്താണെന്നറിയോ? പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ അത് എല്ലാം നല്ലതാവണമെന്നില്ല. നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അവരാരോടാണ് കൂട്ടുവിടുന്നത്, അവരെപ്പോഴാണ് കളിക്കാൻ പോകുന്നത്, എപ്പോൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വടി വേണോ? വടി വേണം. അടിക്കേണ്ട സമയത്ത് നമ്മളെ മക്കളെ അടിക്കണം. അത് നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ അടിക്കരുത്. നമ്മളെ ഉള്ളിൽ സങ്കടം തീർക്കാൻ നമുക്ക് മറ്റാരോടെ വൈരാഗ്യമുള്ളതിന് നമ്മളെ മക്കളെ പിടിച്ച് 4 കൊടുക്കും. കാരണം അവർ തിരിച്ചൊന്നും ചെയ്യൂലല്ലോ. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യരുത്. ഒരു തെറ്റ് കണ്ടാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശിക്ഷിക്കണോ, മറുകൈ കൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കാനും പഠിക്കണം. എന്തിനാ ഞാൻ നിന്നെ അടിച്ചേ, എന്തായിരുന്നു കാരണം എന്ന് കൺവിൻസ് ചെയ്യാൻ നമ്മളെ മക്കൾക്ക്, നമ്മളെ മക്കളും മാതാപിതാക്കളും തമ്മിൽ പറ്റണം. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഉണ്ടല്ലോ, പല ഉമ്മമാർക്കും സംഭവിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കും സ്വന്തം ഭർത്താവിനോട്. നമ്മളെ മക്കൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, അത് വേണ്ട, അത് പറയണ്ട, ഉപ്പ വരുമ്പോൾ പറയണ്ട കേട്ടോ, ഇല്ലേ? ചെറിയ ചെറിയ ശീലങ്ങൾ ആരുണ്ടാക്കണേ? നമ്മളുണ്ടാക്കണേ. ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭർത്താവിനോട് ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരു വലിയൊരു പെടലിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡോപ്പമിൻ കൂടുന്നു. ഞാനൊന്നും അറിയുന്നില്ല, 48 മണിക്കൂർ ഞാൻ റിലാക്സ് ആണ്, എനിക്കൊന്നും അറിയണ്ട. ഈ ലോകത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, എൻ്റെ വീട്ടിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടോ, എന്തെങ്കിലും, താങ്ക് യു കേട്ടോ, ഒരു വെള്ളം വേണമെന്ന് ചോദിച്ചാട്ടോ, അങ്ങനെ അത്രയും മൈക്ക് തിന്നുന്നത് കണ്ടിട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ കടബാധ്യത ഉണ്ടോന്നോ, എൻ്റെ വീട്ടിലെ ചിലവ് എന്താണെന്നോ ഒന്നും പോലും നമ്മളെ സഹോദരനോ സഹോദരിക്കോ ഒന്നും അറിയണ്ട. ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഈ റിലാക്സിങ് സ്റ്റേജിൽ അത് വീണ്ടും വീണ്ടും കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കുക, അല്ലേ? ഒരു നല്ല സുഖം കിട്ടുമ്പോൾ അതിൽ നിന്ന് മുക്തി തേടിപ്പോവാൻ നമ്മൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് വിരക്തിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കില്ല. എന്നാൽ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ സന്തോഷം, സ്നേഹം ആഗ്രഹിക്കുന്നതാണ്. കെട്ടിപ്പിടുത്തത്തിലൂടെ രാവിലെ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ നെറ്റിയിൽ കൊടുക്കുന്ന ചുടുചുംബനം, ഒരു ഭാര്യയും ഭർത്താവും ഒരു ദിവസത്തിൽ 7 തവണ കെട്ടിപ്പിടിക്കണം എന്നാ. 7 തവണ പോട്ടെ, 2 തവണ, 1 തവണ, ആഴ്ചയിലൊരിക്കൽ ഇല്ല. ഇത് നമ്മൾ കെട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹബന്ധം നമ്മുടെ മക്കളിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നല്ല. ഒരു ഉരുള ചോറ് വാരി നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഭർത്താവിന് പകർന്നു കൊടുക്കുക, അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കുക. പല കുടുംബങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിലല്ലേ, പിന്നെ എവിടെയാണ് നടക്കുക? എന്നിട്ട് ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഓക്സിറ്റോസിനും ഡോപ്പമിനും കിട്ടാൻ ഈ നെറ്റിയിൽ കൊടുക്കുന്ന ഉമ്മ മതിയേ. നമ്മുടെ മറ്റൊരു ചിന്തയിലേക്ക് പോവാതിരിക്കാൻ മക്കളിലേക്ക് ഉമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എനർജിയാണിത്, അല്ലേ? ഇതുവരെ കെട്ടിപ്പിടിക്കാതെ എന്ന് പോയി +2കാരനെ കെട്ടിപ്പിടിക്കാൻ നോക്കണ്ട, സമ്മതിക്കൂല. കാരണം അവനും നിങ്ങളും തമ്മിൽ ഒരുപാട് ദൂരത്തിലാണ്. ആ ദൂരം പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞ് അവനെ പോറ്റിയതിൻ്റെയും അവൻ്റെ മാതാപിതാക്കളെയും കുറ്റം പറഞ്ഞ് ഗുണദോഷിക്കുന്നതിന് പകരം ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ എന്തുണ്ട് വഴിയെന്ന് നോക്കാം, അല്ലേ? ഈ ഡോപ്പമിൻ റിലീസ് ചെയ്ത് കൂടുതലാകുമ്പോൾ 10 വർഷം കൊണ്ട് പ്രവർത്തിക്കേണ്ട തലച്ചോറ്, 10 വർഷം കൊണ്ട് പ്രവർത്തിക്കേണ്ട തലച്ചോറ് ഒരു മെഷീൻ കണക്കെ 2 വർഷം കൊണ്ട് ഇല്ലാതായി തീരുക. പിന്നെ അവൻ എന്താ ചെയ്യാൻ പറ്റുക? അവൻ സ്ട്രെസ്സിലേക്ക് കൂപ്പൂത്തുകയാണ്, അവന് സൈക്കോസിസ് ബാധിക്കുകയാണ്. അവൻ എന്താണ്? അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്നില്ല.
അവന് കൊലപാതകിയായിത്തീരുന്നു, അവന് മറ്റെന്തെങ്കിലും മോഷണ കേസിൽ പ്രതിയാവുന്നു, MDMA കൊട്ടക്കണക്കിന് അവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നു, അവൻ ഒരു തവണ കേസിലായി പ്രതിയായി, രണ്ടാമത് വീണ്ടും പോകുന്നു, പിന്നെ അവനൊരു ശീലായി, അവൻ നാട്ടിൽ അറിയപ്പെടുന്ന പ്രതിയായി മാറി. ആ തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരു സഹോദരനെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വാഹകരായി അല്ലെങ്കിൽ അമ്മമാരായി അമ്മ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിന് അവനെ കൊണ്ടുപോവുക, അവളെ കൊണ്ടുപോവുക. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒന്നുമില്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാനെങ്കിലും പറ്റുന്ന തരത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ. കാരണം ഹോർമോണുകൾ, ന്യൂറോണുകൾ അത്രയും പതറ്റിക് അവസ്ഥയിലേക്ക് മനുഷ്യനെ താഴ്ത്തിക്കളയും. ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഡോക്ടർ ആവാനോ എൻജിനീയർ ആവാനോ വക്കീലാവാനോ നല്ല ബിസിനസ്സുകാരാവാനൊക്കെ സ്വപ്നം കാണുന്ന കൂട്ടുകാരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉത്തരവാദികളാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തെളിഞ്ഞ കണ്ണ്, അതായത് കണ്ണ് വേണം, ഇരുപുറം എപ്പോഴും കണ്ണ് വേണം, മുകളിലും താഴെയും. കണ്ണിനെപ്പോഴും ഉൾക്കണ്ണ് വേണം. ഉൾക്കണ്ണില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അല്ലേ. മറ്റവൻ്റെ വീട്ടിലാണ്, അവൻ ഹിന്ദു ആണ്, അവൻ്റെ വീട്ടിലേക്ക് നോക്കണ്ട, അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ്റെ വീട്ടിലേക്ക് നോക്കണ്ട, അതെന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നാളെ മുസൽമാൻ എന്ന് കരുതി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല. സമൂഹത്തിൽ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. ഞാൻ ഓരോ ചുവട് വെക്കുമ്പോഴും ഞാൻ നന്ദി വാക്കോടുകൂടെ മുന്നോട്ട് പോകണം. എനിക്ക് കാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കവിടെ പ്രവർത്തിപ്പിക്കാൻ ഒരുപാട് പാത്രങ്ങളുണ്ട്, എനിക്ക് എടുക്കാൻ പച്ചക്കറികളുണ്ട്, ഇല്ലേ? ഒരു നേരം ഭക്ഷണം കഴിക്കാൻ, പാകം ചെയ്യാൻ നമുക്ക് വിഭവങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം, ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കും, ചോറെടുക്കും. ഈ ചോറെടുക്കുമ്പോൾ ഈ ചോറ് എവിടുന്ന് വന്നു നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഏതോ നാട്ടിൽ നിന്ന്, ഏതോ പാവപ്പെട്ട കർഷകർ രാവില്ല പകലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് എവിടേക്ക് എത്തുന്നു? മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. നമ്മൾ വെറുതെ പോയാൽ കിട്ടുമോ? പൈസ കൊടുത്തിട്ട് അരി മേടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാൽ കലം വേണം, അല്ലേ? കഞ്ഞിക്കലം വേണം, അടപ്പ് വേണം, വെള്ളം വേണം, വിറക് വേണം, ഗ്യാസ് വേണം. ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് വിളമ്പാൻ ഒരു പാത്രം വേണം. ഇത് സുലഭമായിട്ട് നമ്മുടെ വീട്ടിലെടുക്കാനുള്ളതുകൊണ്ടല്ലേ നമ്മൾ നന്ദിയില്ലാത്തവരായി തീർന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ഉറപ്പായിട്ട് നന്ദിയോടെ ഓർക്കുക. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്നത്തെ ടെക്നോളജി ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മുടെ മക്കൾക്കാണ്. നിങ്ങളുടെ മൊബൈൽ കേടായ നിങ്ങൾ മക്കൾക്കല്ലേ കൊടുക്കുക, അല്ലേ? മൊബൈൽ കേടായ മക്കളെ പറയും, മക്കൾ കേടായ മൊബൈലിനെ പറയും. ആണ്, ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ റൂളിൽ, ഫാമിലി റൂളിൽ, കുടുംബത്തിലുണ്ടാക്കുന്ന നിയമത്തിൽ എല്ലാവരും വീട്ടിലെ ഏറ്റവും മാക്സിമം ടൈം 10 മണിയോടുകൂടെ മൊബൈൽ ഫോൺ താഴെ വെക്കണം എന്നുള്ള ഒരു നിയമം നിങ്ങൾ അമ്മമാർ കൊണ്ടുവരണം. അർദ്ധരാത്രിയിൽ എന്താ നിങ്ങളുടെ വീട്ടിലെ മുറികളിൽ നടക്കുന്നത് നിങ്ങൾക്കറിയോ? മക്കൾക്ക് റീൽസ് കണ്ട്, സീരീസ് കണ്ട്, ബ്ലൂ ഫിലിം കണ്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, റൈറ്റ് ബ്രെയിൻ ഉണരുന്നില്ല, അപ്പം ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഡോക്ടർ ആവാൻ പഠിക്കാൻ പോയോൻ എന്താ പകുതി വെച്ച് നിർത്തിപ്പോരുക, പറ്റണില്ല. സ്ട്രെസ്സ് കൂടുക. സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ റിലാക്സേഷൻ നമുക്ക് ആവശ്യമാണ്. നിങ്ങളൊക്കെ റിലാക്സേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? മെക്സവനൊക്കെ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കുറഞ്ഞ സ്റ്റെപ്പുകൾ മാത്രം ചെയ്താൽ നമുക്ക് റിലാക്സ് ആവും കേട്ടോ. ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കോ എല്ലാവരും ഒന്ന് കണ്ണടച്ച് കാലൊക്കെ ഒന്ന് തുറന്ന് വെച്ചോളൂ. കാലൊന്ന് തുറന്ന് വെച്ച് നട്ടലൊക്കെ ഒന്ന് നിവർത്തി ഒന്നിരിക്കി. അലസമായിട്ടിരിക്കുന്നതിന് പകരം ഒന്ന് നിവർത്തി, നട്ടല് നിവർത്തി, തല ഉയർത്തി നല്ല റിലാക്സ് ആയിട്ടൊന്നിരിക്കുക. ഓക്കെ, എന്നിട്ട് കണ്ണുകൾ പതിയെ കണ്ണുകൾ അടച്ചേ. എല്ലാവരും അടക്കി, ഉമ്മമാരൊക്കെ അടക്കി. എന്നിട്ട് ശ്വാസം ഒന്ന് ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുത്തേ. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടേ. മൂക്കിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ. എന്നിട്ട് പതിയെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടേ. നിങ്ങൾ 2 കൈകളൊന്ന് ചുരുട്ടി പിടിച്ചേ. 2 കൈകൾ നന്നായിട്ടൊന്ന് ചുരുട്ടി പിടിച്ചേ, മാക്സിമം ചുരുട്ടി പിടിച്ചേ. ആ കൈകളുടെ പേശികളൊക്കെ നന്നായിട്ട് ദൃഢപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് ചുരുട്ടി പിടിച്ചേ. കണ്ണടച്ച് ചെയ്യുന്നവർക്കാണ് അത് ഫീൽ ചെയ്യാൻ പറ്റുക. നന്നായിട്ട് മുറുക്കി പിടിച്ച ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് പതിയെ കൈകൾ അയച്ചിട്ടേ. വളരെ പതിയെ കൈകൾ റിലാക്സ് ചെയ്തേ. സ്ലോലി കം ബാക്ക്. വളരെ പതിയെ. ഓക്കെ, വെരി ഗുഡ്. ശ്വാസം ദീർഘമായിട്ട് എടുത്ത് പതിയെ പുറത്തേക്ക് വിട്ടിട്ട് കണ്ണുകൾ തുറക്കാം.
ശരീരത്തിൻ്റെ ഒരു മാറ്റം മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. കൈകളിൽ നിന്ന് തിരിച്ച് കണ്ണുകളിലേക്ക്, മൂക്കിലേക്ക്, പല്ല്, വയറ്, നെഞ്ച്, കാലിൻ്റെ പെരുവിരൽ വരെ നമുക്ക് ദീർഘമായിട്ട് ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിച്ച് റിലാക്സ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള കണക്ഷൻ മിസ്സായി പോകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് വരുന്നത്. കേട്ടല്ലോ? അപ്പോൾ ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ മാത്രമാണ്. പുറത്ത് ഏത് ആചാര്യൻ്റെ അടുത്ത് പോയാലോ, ഏത് ധ്യാനത്തിന് കൂടിയാലോ, എന്ത് ടെക്നിക്ക് നിങ്ങൾ പഠിച്ചാലോ, നമ്മുടെ മനസ്സിലേക്ക് നമ്മളത് ആവാഹിക്കും വരെ മാറ്റം എവിടെയും സാധ്യമല്ല. മാറ്റം വരാത്തതായി മാറ്റം മാത്രമാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും മാറും. നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ലഹരി മനസ്സിലാക്കാൻ മറ്റെവിടേക്കും പോകണ്ട. സ്നേഹം എന്ന ഭാഷ നമ്മുടെ കുടുംബത്തിലേക്ക്, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ വീടുകളിലേക്ക് നന്ദിയുടെ വാക്കുകൾ കൊണ്ടുവരിക. ഐ ലവ് യു എന്ന വാക്ക് മനോഹരമായി നിങ്ങളോട് ആദ്യം പറയുക. കണ്ണാടി നോക്കി സ്വയം ആസ്വദിക്കുക. കണ്ണാടി നോക്കിയിട്ട് എൻ്റെ രൂപത്തെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. കണ്ണാടിയിലൊന്ന് നോക്കി നോക്കൂ കേട്ടോ. കണ്ണ് മുതൽ, അതായത് നെറ്റി മുതൽ കാലിൻ്റെ വിരലറ്റം വരെ എന്നെ ഒന്ന് നോക്കി നോക്കൂ. സ്വയം ഒന്ന് നോക്കുക അല്ലേ? കണ്ണ് നോക്കുമ്പോൾ സാധാരണ ഇപ്പം എന്താ നോക്കൽ? മുടി വരച്ചിട്ടുണ്ടോ? മുഖത്ത് കുരുണ്ടോ? എന്താണ് നിൻ്റെ ഒരു കോലം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കണ്ണിൻ്റെ പൊസിഷൻ അവിടെ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ കോലം ഇല്ലേ? മൂക്ക് എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഇല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രൂപമല്ലേ നമ്മുടെ ഭംഗി. എനിക്ക് നീളം കൂടുതലാ കുറവാ, തടി കൂടുതലാ കുറവാ, നിറം കുറവാ കൂടുതലാ, ഇതെല്ലാം പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു രൂപം കഴിവുകേടിനേക്കാൾ അധികം എനിക്ക് കഴിവ് തന്നില്ലേ? തന്നു. ആദ്യം ഐ ലവ് യു എന്ന് കണ്ണാടി നോക്കി നിങ്ങളോടൊന്ന് പറ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കളോട് പറയാൻ തോന്നും, ഭർത്താവിനോട് പറയാൻ തോന്നും, കുടുംബങ്ങളോട് പറയാൻ തോന്നും. ഉമ്മയും മരുമോളും, അമ്മായിയമ്മയും മരുമോളും ഒക്കെ എല്ലാവരും ഒന്നാണ്. ഈ ലോകത്ത് നൈമിഷികമായ ജീവിതത്തിൽ കുറച്ച് സമയം പങ്കുവെക്കാൻ വന്നവർ മാത്രം. എല്ലാവരും യാത്ര പറഞ്ഞ് പോകേണ്ടവരാ. നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. 3 ചോറും അല്ലേ, ഏറ്റവും അവസാനം 40 ചോറൊക്കെ കഴിയുമ്പോഴേക്ക് എന്തായി? ഭർത്താവിനടുത്ത കല്യാണാലോചനയായി, ഭാര്യയ്ക്കടുത്ത കല്യാണാലോചനയായി, മറ്റ് ജീവിതത്തിലേക്ക്, മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റ് ആക്ടിവിറ്റികളിലേക്ക് ആളുകൾ മാറി. മറവി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിക്കുന്ന കാലഘട്ടം മനോഹരമായിട്ട് ഓരോ നിമിഷങ്ങളും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ കുടുംബം ഭദ്രമാണ്. പ്രയാസങ്ങൾ വരും, ഉറപ്പാണ്. പക്ഷെ അതിനെ മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അബോധ മനസ്സിന് സാധിക്കും. അതിലേക്ക് ബോധ മനസ്സിലേക്ക് മെസ്സേജ് കൊടുത്താലേ അബോധ മനസ്സിലേക്ക് എത്തുള്ളൂ ഇല്ലേ? നമ്മൾ കഴിക്കുന്ന ചോറും കഞ്ഞിയൊക്കെ ദഹിപ്പിക്കുന്ന ആന്തരിക അവയവങ്ങളെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്ന ബോധ മനസ്സ്. നമ്മുടെ അബോധ മനസ്സിലേക്ക് മെസ്സേജ് കൊടുക്കൂ, ഇവൾ പോസിറ്റീവാണ്, ഇവൾ നന്നായിട്ട് ചിന്തിക്കുന്ന നല്ല കഴിവുള്ള വ്യക്തിയാണ്, സന്തോഷം ആഗ്രഹിക്കുന്നവളാണ് എന്ന് ചിന്തിക്കുമ്പോൾ അബോധ മനസ്സ് നമുക്ക് വേണ്ടി കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ, നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ തരാൻ തുടങ്ങും. ഒരു ശീലം തുടങ്ങാനും ഒരു ശീലം അവസാനിപ്പിക്കാനും ഭയങ്കര പണിയാണ്. ഒരു ശീലം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ചെടി നട്ട് ഇല്ലേ, വിത്ത് നട്ട് തളിര് വരുന്നത് വരെയുള്ള പ്രയാസം. ഒരു ശീലം അവസാനിക്കുക എന്ന് പറഞ്ഞാലോ, വേര് ആഴ്ന്നിറങ്ങിപ്പോയ ഒരു പടുവൃക്ഷം മുറിച്ചു മാറ്റുമ്പോഴും ഇല്ലേ, അതിൻ്റെ വേരുകൾ എവിടെയെങ്കിലൊക്കെ ബാക്കി കിടക്കുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശീലമായി കിടക്കുന്നത് മാറാൻ ഇത്തിരി സമയമെടുക്കൂ. എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കുമ്പോൾ ഒരു വേള നിങ്ങൾക്ക് കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, എൻ്റെ മാതാപിതാക്കൾ തന്നിരിക്കുന്ന സുരക്ഷിത ബോധവും സംരക്ഷണവും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ, മാതൃകയാവാൻ എനിക്ക് ഉമ്മ എന്ന തലത്തിൽ, ഭാര്യ എന്ന തരത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. പ്രിയപ്പെട്ട അതായത് വല്യുമ്മമാർ, അതായത് ഗ്രാൻഡ് പാരൻസ്, വല്യുപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്ക് നിങ്ങളാണ് കുറേയൊക്കെ തടസ്സം നിൽക്കുന്നത്. തല്ലരുത്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ പോകരുത് എന്നൊക്കെ പറയുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാറ്റത്തിലേക്ക് വരിക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ് അമനക്കുട്ടി.